എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വൻസ് എന്താണെന്ന് വിശദീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1ലോ 6ലോ എൻഡ് ചെയ്യുന്നത് അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ 1ൽ വരുന്നതും ആകാം, 6ൽ വരുന്നതും ആകാം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1ൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക, 1ൽ മാത്രം എൻഡ് ചെയ്യുന്ന സീക്വൻസ് എഴുതിയിരുന്നു. 1, 11, 21, 31 അങ്ങനെ. ഇവിടെ 1ലോ 6ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏത് വരും? 1 വരും. അടുത്തതോ 6 വരാം, കാരണം 6ൽ എൻഡ് ചെയ്യുന്ന 6. പിന്നെയോ 11, 1ൽ എൻഡ് ചെയ്യണേ. പിന്നെ 16. അപ്പോൾ ഇതെല്ലാം വരും, കാരണം 1 or 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീക്വൻസ് ഇതാണ്. ഏതാണ്? 1, 6, 11, 16, അടുത്ത 21, 26 എക്സെട്ര. ഇങ്ങനെയാവും. അപ്പോൾ 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ 1, 6, 11, 16 എക്സെട്ര. ഇതാണ്. ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ മറ്റ് 2 രീതികളിൽ ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. വേറെ 2 രീതിയിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. നമ്മൾ റിമൈൻഡറിന്റെ കേസ് പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ നോക്കിക്കേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ ആയത് കണ്ടില്ലേ? 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11ൽ 5 2 പ്രാവശ്യം ഉണ്ട്. 7, 10 ബാക്കി 1. 16 എടുത്തു കഴിഞ്ഞാൽ 5 3 പ്രാവശ്യം ഉണ്ട്, ബാക്കി 1. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ആണിത്. സോ വി ക്യാൻ ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ ദാറ്റ് വേ ഓൾസോ അല്ലേ? അപ്പോൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ആണ് ഇതെല്ലാം. ഈ രൂപത്തിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് റിമൈൻഡർ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6ൽ നിന്ന് ഒരു 5 അങ്ങ് പോകും, ബാക്കി 1 റിമൈൻഡർ ആണ്. 11ൽ 5 2 പ്രാവശ്യം, 5 10 കഴിഞ്ഞാൽ ബാക്കി 1 റിമൈൻഡർ ആണ്. അപ്പോൾ 1 ശിഷ്ടം 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന നമ്പേഴ്സിന്റെ ശ്രേണിയാണിത്. സീക്വൻസിന് മലയാളത്തിൽ ശ്രേണി എന്ന് പറയും. ശ്രേണിയാണിത്. ഇത് വേറെ രീതി, 2 രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരു രീതി ഇതായി. മറ്റൊരു രീതി ഏതാ? തിരിച്ചത് ഇങ്ങനെ എടുക്കാം. 1 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത്. മറ്റൊരു രീതിയിൽ പറയാം. എങ്ങനെയാണ്? 5ന്റെ മൾട്ടിപ്പിൾ എടുക്കുക. 5, 10, 15, 20. അങ്ങനെ 5 എന്ന 5ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 4 കുറയ്ക്കുന്നതാണ് 1. 6 എന്ന് പറഞ്ഞാൽ 5 × 2 10 ന്ന് 4 കുറയ്ക്കുന്നതാണ്. 5 × 3 15 ന്ന് 4 കുറയ്ക്കുന്നതാണ്. 5 × 4 20 ന്ന് 4 കുറയ്ക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, 4 ലെസ് ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഉദാഹരണം അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. 5 മൈനസ് 5, 5ന്റെ മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5, 10, 15 എക്സെട്ര. അപ്പോൾ 5ൽ നിന്ന് 4 കുറച്ച് 1. 5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 × 5 10 ആണ്. 10ൽ നിന്ന് 4 കുറച്ചാൽ 6. 3 × 5 15. 15ൽ നിന്ന് 4 കുറച്ചാൽ 11. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ നിന്ന് 4 കുറയ്ക്കുന്നതാണ് ഈ സീക്വൻസ്. അപ്പോൾ 2 രീതി ആയല്ലോ. അപ്പോൾ നമുക്ക് വിവിധ രീതികളിൽ ഒരുപാട് സീക്വൻസ് തന്നെ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ എൻഡിങ് ഇൻ 1 or 6 എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ. ഇവിടെ പറഞ്ഞത് മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ നിന്ന് 4 കുറയ്ക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ 4 ലെസ് ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 5. ഈ രൂപത്തിൽ നമുക്ക് ഈ സീക്വൻസിനെ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. കാര്യം മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മറ്റൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഒരു വലിയ ഈക്വലാറ്റർ ട്രയാങ്കിൾ, അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന മറ്റൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ 4 ഈക്വലാറ്റർ ട്രയാങ്കിൾ അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾസിന്റെ ഒക്കെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തേക്കാണ്. കണ്ടോ, ഈ റെഡ് ട്രയാങ്കിൾസിന്റെ ഒക്കെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ.
അതുപോലെ വീണ്ടും ആ ഒരേ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾസ് വരച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പാറ്റേൺ പോകുന്നു. ഇങ്ങനെ പോകുന്ന പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും ചുവന്ന ട്രയാങ്കിൾസിന്റെ എണ്ണം അതേ സൂചിപ്പിക്കുന്ന സീക്വൻസ്. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ചിത്രത്തില് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. രണ്ടാമത്തെ എത്ര ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 4 5 6 7 8 9 ഉണ്ട്. അതായത് ഈ ഓരോന്നിലും 3 വീണ്ടും വരും. ആദ്യത്തേലും 3, ആ ഓരോന്നിലും 3 വീണ്ടും വരും കേട്ടോ. 3 3 3 3 9 ആയി. ഇനി അടുത്തടുത്ത് കഴിഞ്ഞാലോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 27 എണ്ണം. അത് വേറെ രീതിയിൽ എടുക്കാം. എങ്ങനെയാണ്? ഇവിടെ 9 റെഡ് ട്രയാങ്കിൾസ്, ആ ഓരോ റെഡ് ട്രയാങ്കിൾസും 3 വീതം വീണ്ടും വരും കേട്ടോ. ഓരോ റെഡ് ട്രയാങ്കിൾസ്. അപ്പോൾ 9 × 3 27. അപ്പോൾ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ് ആണ് 3 9 27. അതായത് 3 × 3 9, 9 × 3 27. അപ്പോൾ അടുത്തതായിരിക്കും 27 × 3 81 ആയിരിക്കും അടുത്ത ട്രയാങ്കിൾസ്. അടുത്ത ഒരു ചിത്രം കൂടി വരച്ചാൽ അതിനകത്ത് ഇതുപോലെ 81 റെഡ് ട്രയാങ്കിൾസ് ഉണ്ടാവും. വീണ്ടും അടുത്തെടുത്ത് കഴിഞ്ഞാൽ 81 × 3 243 അങ്ങനെ അങ്ങ്. ഓക്കെ. ഇഫ് ദി ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് ട്രയാങ്കിൾ ഈസ് 1 മീറ്റർ സ്ക്വയർ, ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദി സ്മോളസ്റ്റ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ, ഈ ചിത്രത്തിലെ ചെറിയ ട്രയാങ്കിൾസിന്റെ, അതായത് ഇതിനകത്തെ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ, ഇതിനകത്തെ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ, ഇതിനകത്തെ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ, അങ്ങനെ ഓരോ ചിത്രത്തിലുള്ള ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയാസിന്റെ ഒരു സീക്വൻസ് എഴുതാം. ഏരിയ ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കിൾ ഈസ് 1 മീറ്റർ സ്ക്വയർ. കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദി സ്മോളസ്റ്റ് ട്രയാങ്കിൾ ഈച്ച് പിക്ചർ. വലിയ ട്രയാങ്കിളിന്റെ, ഏറ്റവും വലിയ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലുമുള്ള ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദി ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് ട്രയാങ്കിൾ 1 മീറ്റർ സ്ക്വയർ, കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദി സ്മോളസ്റ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിന്റെ ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ആകെ ഉള്ളതിന്റെ 4/1. അപ്പോൾ 1/4 മീറ്റർ സ്ക്വയർ. ഇതിനകത്ത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 1/4 മീറ്റർ സ്ക്വയർ ആണ്. ഈ 1ന്റെ 1/4 പാർട്ട്. അപ്പോൾ 1/4 മീറ്റർ സ്ക്വയർ. ഇതിനകത്ത് വരുമ്പോഴോ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഓരോ ട്രയാങ്കിളിലും 4 വീതം ഉണ്ട് അല്ലേ? അപ്പോൾ 4 × 4, ഇത് കാരണം ഇതിനകത്തും ഉണ്ടാവും 4, നമ്മൾ അത് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 4 ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 4 ഇവിടെ ഉണ്ടാവും, 4 ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നിലും 4 4 16 അല്ലേ? ഇതിന് 4, ഇതിൽ 4, ഇതിൽ 4, ഇതിൽ 4, എത്രയായി? 4 16 വരും ഈ ട്രയാങ്കിൾ. അപ്പോൾ ആകെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1/16 വരും ഇതിൽ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ. ഇതെടുത്തു കഴിഞ്ഞാലോ ആ ഓരെണ്ണം, അതായത് 16 ഉണ്ട് ഇവിടെ, ആ ഓരെണ്ണത്തിനെയും വീണ്ടും 4 ആയിട്ട് തിരിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഓരോ ചെറിയ ട്രയാങ്കിളിനെയും 4 ആക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 16 ഓരോന്നിനെയും 4 ആയിട്ട് തിരിക്കുമ്പോൾ 16 4 64 ട്രയാങ്കിൾസ് വരും. കാരണം ഇതിനെ അതുപോലെ ചെറിയ ട്രയാങ്കിൾ ആയിട്ട് തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 64 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരും. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/64 ആയിരിക്കും. ഓക്കെ. അപ്പോൾ 1/4 1/16 1/64 എന്ന് പറയുന്നതാണ് ഈ ഓരോ ട്രയാങ്കിൾ, ഓരോ ഈക്വലാറ്റർ ട്രയാങ്കിളിലുള്ള ചെറിയ ട്രയാങ്കിൾസിന്റെ, സ്മോളസ്റ്റ് ട്രയാങ്കിൾസിന്റെ ഏരിയ. വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1. അപ്പോൾ ഇത് 1/4, ഇത് വരുമ്പോൾ 1/16, ഈ ട്രയാങ്കിൾ വരുമ്പോൾ 1/64 മീറ്റർ സ്ക്വയർ എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലുള്ള റെഡ് ട്രയാങ്കിൾസിന്റെ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ ആണോ വളരെ എളുപ്പം, കാരണം ഇതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ഉണ്ട്. മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ ഏരിയ ആണ് ഇവിടെ 1/4 പറഞ്ഞത്.
അപ്പൊ 3 ഇൻറ്റു 1/4 3/4 അല്ലേ? 3 ഇൻറ്റു 4 3 3/4. അപ്പൊ 4/3 മീറ്റർ സ്ക്വയർ ആണ് ഇതിലെ റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ. ഇതിലെ റെഡ് ട്രയാങ്കിൾസ് വരുമ്പോഴും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടോ? 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ. ഒരു റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് 1/16. അപ്പോൾ 9 വരുമ്പോൾ 9/16 വരും ഈ ചിത്രത്തിലെ റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ. ഇനി ഇതിൽ വരുമ്പോഴോ ഇതിൽ 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് 1/64. അപ്പൊ 27 വരുമ്പോൾ 27 ഇൻറ്റു 1/64 27/64. അപ്പോ എന്താണ് ദി ഏരിയ ടോട്ടൽ ഏരിയ ഓഫ് ദി റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. അപ്പൊ 3/4 മീറ്റർ സ്ക്വയർ 9/16 മീറ്റർ സ്ക്വയർ 27/64 മീറ്റർ സ്ക്വയർ എക്സെട്ര അങ്ങനെ പോകും. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എഴുതി കഴിഞ്ഞു. ആ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ ആണ് ഏരിയ ഓഫ് 3 റെഡ് ട്രയാങ്കിൾസിന്റെ വരിക. ഒരു പാർട്ട് കൂടി ഉണ്ട്. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അബൌട്ട് 3 സീക്വൻസസ്. ഈ 3 സീക്വൻസിന്റെയും ഫസ്റ്റ് 5 ടേംസ് ഇവിടെ 3 എഴുതിയിട്ടുള്ളൂ. അപ്പൊ 5 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എഴുതി നോക്കാം അല്ലെ? ഇത് വരുമ്പോഴോ 3 ഇൻറ്റു 3 ആണ് 9 9 ഇൻറ്റു 3 27 27 ഇൻറ്റു 3 81 81 ഇൻറ്റു 3 243. അപ്പൊ കണ്ടോ 3 9 27 81 243 അപ്പൊ 5 ഇത് വരുമ്പോഴോ 1/4 1/16 അതായത് 1/4 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 1/16 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/64. അപ്പൊ ഇതിനെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/256 അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 66. ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന്റെ എല്ലാം ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ 4 ഇൻറ്റു 4 16 16 ഇൻറ്റു 4 64 64 ഇൻറ്റു 4 256 256 ഇൻറ്റു 4 1026. അപ്പോൾ 1/4 1/16 1/64 1/256 1/1024 എക്സെട്ര. ആദ്യത്തെ 5 ടേമാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. ഇത് വരുമ്പോഴോ 3/4 അവിടെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ന്യൂമറേറ്റർ പോവും, 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഡിനോമിനേറ്റർ പോവും. അപ്പോൾ 3 3s are 9 9 3s are 27 അടുത്ത് 27 ഇൻറ്റു 3 81 ഇത് വരും 81/256 243/1024 എക്സെട്ര. അപ്പോൾ ഇതാണ് എന്റെ 4ാമത്തെ പാർട്ടിന്റെ ആൻസർ. അപ്പോൾ ഇത് നമ്മൾ തന്നിരിക്കുന്ന ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ഈ പാറ്റേണിൽ നിന്ന് നമ്മൾ രൂപീകരിച്ച സീക്വൻസ് ആണിത്. ആ സീക്വൻസിന്റെ ഒക്കെ അടുത്ത ടേംസുകൾ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി സീക്വൻസിന്റെ ബാക്കി പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.